അതിവേഗതയിലുള്ള ഉയർച്ചയും താഴ്ചയും. ബ്രിട്ടനിൽ മലയാളികൾക്കിടയിൽ നിന്നും ആദ്യമായി ബിഷപ്പായി നിയമിതനാകാൻ ഭാഗ്യം ലഭിച്ച മാനന്തവാടിക്കാരൻ ഡോക്ടർ ജോൺ പെരുമ്പളത്ത് തന്നെയാണ് ആദ്യമായി ആ പദവിയിൽ നിന്ന് രാജിവെച്ച് പോകേണ്ടി വന്ന ഹതഭാഗ്യനും. ഒരു തരത്തിൽ അതിവേഗ ഉയർച്ച വന്ന വേഗതയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വീഴ്ചയും സംഭവിച്ചിരിക്കുന്നത്. സ്ത്രീ പീഡന പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഭാവിയിൽ ബ്രിട്ടനിലെ പ്രഭുസഭയിൽ പോലും എത്തേണ്ടിയിരുന്ന ബിഷപ്പ് ജോൺ പെരുമ്പളത്തിന് രാജിവയ്ക്കേണ്ടി വന്നിരിക്കുന്നത്. തുടക്കത്തിൽ പോലീസ് അന്വേഷിച്ച ശേഷം തെളിവില്ലാതെ തള്ളിയ കേസുകളാണ് എന്ന് വാദിച്ചു നിൽക്കാൻ ജോൺ പെരുമ്പളം ശ്രമിച്ചെങ്കിലും മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നതോടെ സഭയും സമ്മർദ്ദത്തിലായി എന്നാണ് പൊടുന്നനെ എത്തിയ രാജിയിലൂടെ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പോലും അദ്ദേഹത്തിന്റെ ബിഷപ്പ് ഓഫീസ് പരിസരത്ത് നിന്നും ലൈവ് റിപ്പോർട്ടിംഗ് നടത്തിയ ചാനലുകൾ അദ്ദേഹത്തിന്റെ രാജി മണത്തറിഞ്ഞെന്ന് അനുമാനിക്കുകയും ചെയ്യാം. മാധ്യമ വാർത്തകൾ കൂടുതൽ സജീവമാകും മുൻപേ രാജിവെക്കാനുള്ള നിർദ്ദേശമായിരിക്കണം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുക. 6 വർഷം മുൻപ് ചെംസ്ഫോർഡിൽ പുരോഹിതനായി സേവനമനുഷ്ഠിക്കവെയാണ് അദ്ദേഹത്തെ ബിഷപ്പായി വാഴിക്കുന്നത്. ഏതാനും വർഷം മുമ്പ് കൂടുതൽ വിശാലമായ ലിവർപൂൾ രൂപതയിലേക്ക് സ്ഥലമാറ്റം സംഭവിക്കുകയും ചെയ്തു. ഇതിനിടയിൽ UK-യിലെ മലയാളി സമൂഹത്തിന് കൂടുതൽ അഭിമാനവും ആവേശവുമായി രണ്ടാമത്തെ ബിഷപ്പും ചുമതലയേറ്റു. ലഫ്ബറോ ബിഷപ്പായി നിയമിതനായ സജു മുതലാളിയാണ് ആംഗ്ലിക്കൻ സഭയിൽ മലയാളി സാന്നിധ്യത്തിന് കൂടുതൽ ആവേശമായി മാറിയത്. മലയാളികൾക്കിടയിൽ നിന്നും ആദ്യമായി ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ ചുമതലയേറ്റ ബിഷപ്പ് ആണെങ്കിലും ഡോക്ടർ ജോൺ പെരുമ്പളത്ത് വളരെ അപൂർവമായി മാത്രമേ ചടങ്ങിൽ എത്തിയിട്ടുള്ളൂ. കണക്ക് അധ്യാപികയായ ഭാര്യ ജെസ്സിയും ഏക മകളുമായി വലിയൊരു രൂപതയുടെ അധിപനായി കഴിയവെയാണ് തികച്ചും അപ്രതീക്ഷിതമായി ബിഷപ്പ് എന്ന സ്ഥാനത്ത് നിന്ന് ഡോക്ടർ ജോൺ പെരുമ്പളത്തിന്റെ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യം എന്ന നിലയിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജി കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ അധിപൻ എന്ന നിലയിൽ ചാൾസ് രാജാവിനാണ് ഡോക്ടർ ജോൺ പെരുമ്പളത്ത് രാജി നൽകിയത്. ചാനൽ 4 ന്യൂസ് ടീമാണ് ഏറെ വിവാദമായ പീഡനക്കേസ് പുറത്തെത്തിച്ചത്. എന്നാൽ തെറ്റ് അംഗീകരിച്ചുള്ള നടപടിയായി തന്റെ രാജിയെ കാണേണ്ടെന്നും അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കുക എന്നതാണ് തന്റെ രാജി വഴി ഉദ്ദേശിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. മാധ്യമങ്ങൾ തനിക്കെതിരെ വിചാരണ നടത്തുന്ന കാര്യവും സ്ഥാനമൊഴിഞ്ഞ നടപടിക്ക് കാരണമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഏറെക്കാലം നീണ്ടു നിൽക്കാവുന്ന നിയമ നടപടികളാകും ഇനി നേരിടേണ്ടി വരിക എന്നതും അദ്ദേഹത്തെ സംബന്ധിച്ച് രാജിക്ക് പ്രേരിപ്പിച്ച ഘടകമാണ്. ചെംസ്ഫോർഡിൽ സേവനം ചെയ്യവെയാണ് ഡോക്ടർ ജോൺ അകാരണമായി തന്നെ ചുംബിച്ചത് എന്ന് ഒരു സ്ത്രീ പരാതിയുമായി രംഗത്ത് വന്ന് പറഞ്ഞു. ലൈംഗികമായ ദുരുദ്ദേശത്തോടെയുള്ള പെരുമാറ്റം തനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഒരു വനിതാ ബിഷപ്പും ചാനൽ 4നോട് പരാതിപ്പെട്ടിരുന്നു. 2023 പരാതി ആദ്യമായി ഉയർന്നത് മുതൽ നാഷണൽ സേഫ് ഗാർഡിംഗ് സംഘം ഇതേക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ ബിഷപ്പിനെതിരെ കേസെടുക്കാൻ നിർവാഹമില്ലെന്ന നിലയിലേക്ക് എത്തുകയായിരുന്നു. എന്നു മുതലാണ് അദ്ദേഹത്തിന്റെ രാജി പ്രാബല്യത്തിൽ എത്തുകയെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടെങ്കിലും ഇന്നു മുതൽ താൻ പദവിയിൽ ഇല്ലെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്.